സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്ത് എന്ന് കരുതുന്നു. നിങ്ങളെല്ലാം സന്തോഷമായിട്ടിരിക്കുകയല്ലേ? വർക്കെല്ലാം ചെയ്യണം. സമയത്ത് കിട്ടുന്ന സമയം നിങ്ങൾ തക്കത്തിൽ വിനിയോഗിക്കണം. നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് ചോദിച്ചോട്ട് നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. ഓക്കെ. ഈ ക്ലാസ്സിൽ ദ ട്രെയിൻ, ഇതാണ് നമ്മുടെ ചാപ്റ്റർ, പുതിയ ചാപ്റ്റർ ട്രെയിൻ തുടങ്ങുന്നത്. ഇതിലെ പ്രത്യേകത, നമ്മൾ നേരത്തെ പെൻസിലും മറ്റുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചായിരുന്നു ചിത്രങ്ങൾ വരച്ച്, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കായിരുന്നു, പ്രിൻ്റഡ് പിക്ചറാണ്. പക്ഷേ ഇത് കുറേ ഡോട്ട്സാണ്. ഈ ഡോട്ട്സ് ഫില്ല് ചെയ്ത് വരുമ്പം ഒരു ചിത്രം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കാണാൻ കിട്ടും. ആ ചിത്രത്തിൽ പിന്നെ നമ്മൾ ക്രയോൺസ് ഉപയോഗിച്ചുകൊണ്ട് കളർ ചെയ്യണം. ക്രയോൺസാണ് ഇവിടെ മീഡിയം. മറ്റൊരു പ്രത്യേകത, ഇവിടെ ഉപയോഗിക്കുമ്പോൾ ചില കളറുകൾ ക്രയോൺസിൽ കിട്ടത്തില്ല. എക്സാമ്പിൾ, ബ്ലൂ. നമ്മൾ ബ്ലൂ 1-2 തരമുണ്ട്. ഒന്ന് സ്കൈ ബ്ലൂ ഉണ്ട്, പെഷ്യൻ ബ്ലൂ ഉണ്ട്, അങ്ങനെ പലതരം ബ്ലൂ ഉണ്ട്. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ചിലപ്പോൾ ഒരു പക്ഷേ ബ്ലൂ നിങ്ങളുടെ ഈ കൈവശം ഇല്ലായിരിക്കാം. എന്നിരുന്നാലും നിങ്ങൾ ഇല്ല എന്നൊരു വിഷമിക്കേണ്ട, നിങ്ങളുടെ കയ്യിലുള്ള ബ്ലൂ നിങ്ങൾ ഉപയോഗിക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്കൈ ബ്ലൂ ആണ്. ഓക്കെ. അങ്ങനെ കളറിൻ്റെ പരിമിതി മൂലം നിങ്ങൾ വർക്ക് ചെയ്യാതിരിക്കരുത്, നിങ്ങൾ വർക്ക് ചെയ്യണം. സാറിനത് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പം നിങ്ങൾ ആദ്യം ഡോട്ട്സ് എല്ലാം ഫില്ല് ചെയ്യണം. കണ്ടല്ലോ ഇവിടെ ഈ ഡോട്ട്സ് ഉണ്ടാകും. ഇവിടെ ഈ ട്രെയിനിൻ്റെ ചരട് പോലത്തെ ഭാഗങ്ങളാണ്. ഇവിടെ ഇങ്ങനെ ഡോട്ട്സ് ഇങ്ങനെ ഫില്ല് ചെയ്ത് ഒരു കയറിൻ്റെ മോഡൽ അല്ലെങ്കിൽ ഒരു ടോയിൻ്റെ മോഡൽ കിട്ടും. അതിനുശേഷം ഇവിടെ ഇത് ഫില്ല് ചെയ്യുമ്പോൾ അവരുടെ ഫിഗർ കിട്ടും, ഫേസ് കിട്ടും, പല്ലിൻ്റെ മോഡൽ കിട്ടും, കണ്ണ് കിട്ടും, മൂക്ക് കിട്ടും. ഇതെല്ലാം ഒരു ഫിഗറിൻ്റെ സ്റ്റൈലാണെങ്കിൽ ഒരു ഹ്യൂമൻ സ്റ്റഡി പോലത്തെയാണ് ഇതിൻ്റെ വർക്ക്. അതുപോലെ ടയർ കണ്ട, ടയറിൻ്റെ ഭാഗങ്ങൾ ഇവിടെ എല്ലാം ഉപയോഗിച്ചേക്കുന്ന വർണ്ണങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വർണ്ണത്തിന് പ്രത്യേകതകളുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ, ആ വർണ്ണങ്ങൾ കൂടുതൽ ലഭിച്ചിട്ടുമില്ല. എന്നിരുന്നാലും നമുക്കറിയാമെന്നുണ്ട് ഇവിടെ ഉപയോഗിച്ചേക്കുന്ന വർണ്ണം ഏതാണ്? കണ്ട, ഇവിടെ സ്കൈ ബ്ലൂ ആണ്. ഇത് സ്കൈ ബ്ലൂവിലാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇവിടെ യെല്ലോ, ഇവിടെ റെഡ്, പിന്നെന്താണ് ഇവിടെ റെഡ്, വൈറ്റ് ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ട്, വൈറ്റ് നമ്മൾ അപ്ലൈ ചെയ്യണ്ട. ഇവിടെ ബ്രൗണ്, ഇവിടെ ടയറിൻ്റെ ബ്ലാക്ക്, പിന്നെന്താണ് ഇവിടെ ബ്ലൂ. കണ്ടോ, ഇതും സ്കൈ ബ്ലൂ ആണ്. പിന്നെ ഇവിടെ യെല്ലോ, ഇതിലും യെല്ലോ അല്ലേ. പിന്നെന്താണ് ഇവിടെയാണ് അടുത്ത കളർ ഗ്രീനാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഇതേ ഗ്രീൻ തന്നെയാണ് ഈ ബാക്ക്ഗ്രൗണ്ടിലെ ട്രീയുടെ അല്ലെങ്കിൽ ചെടികളുടെയൊക്കെ പശ്ചാത്തലം കാണിക്കുന്ന ഭാഗങ്ങൾ. ഇവിടെയും ഗ്രീൻ. എന്നാൽ ഈ ഗ്രീനും ഏകദേശം സെയിം ആണ്. എന്നാൽ ഇവിടെ ലൈറ്റ് ഗ്രീനാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ടല്ല, ഇത് കവർ ചെയ്യുന്ന ഭാഗങ്ങൾ. ഈ ഭാഗങ്ങൾ ഗ്രാസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഇവിടെ ഭാഗങ്ങളെല്ലാം ലൈറ്റ് ഗ്രീനാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഇത് ഡാർക്ക്, ഇതും ഡാർക്ക്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വളരെ സിമ്പിൾ ക്ലാസ്സാണ് നമ്മുടെ. അതുപോലെ ഫ്ലാഗ് റെഡാണ് കേട്ടോ. ഈ ഹ്യൂമൻ ഫിഗറുണ്ട്. ഈ ഹ്യൂമൻ ഫിഗറിന് ഓറഞ്ചും ക്യാപ്പ് ബ്ലൂ. ബ്ലൂ അല്ല, നമ്മൾ നേവി ബ്ലൂ അവിടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് സാർ കരുതുന്നു. സിമ്പിൾ വർക്കാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. നല്ല രീതിയിൽ സന്തോഷമായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഈ വർക്ക് ചെയ്ത് കളർ തീർന്നും പറഞ്ഞ് വീട്ടിൽ ബഹളം ഉണ്ടാക്കേണ്ട. വീട്ടിൽ അമ്മയോടോ അച്ഛനോടോ പറഞ്ഞ് കളർ അവർ മേടിച്ച് തരും. നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ. നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായെന്ന് സാർ കരുതുന്നു. ഓക്കെ, താങ്ക് യു.